21-ാം സങ്കീർത്തനം 6-ാമത്തെ തിരുവചനം. സങ്കീർത്തകൻ പറയുകയാണ്, അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു. എത്ര മനോഹരമായൊരു വചനമാണ്. ദൈവമായ കർത്താവ് എന്നേക്കും അവനെ അനുഗ്രഹപൂർണനാക്കി. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ തിരുഹിതം ഇതാണ്. നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടണം, ദൈവകൃപ കൊണ്ട് നിറയപ്പെടണം. മാത്രമല്ല, തൻ്റെ സാന്നിധ്യത്തിന്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധിയുടെ ഈ നാളുകളിൽ നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് കർത്താവിന്റെ സാന്നിധ്യമാണ്. പ്രസൻസ് ഓഫ് ഗോഡ്. നമുക്ക് വേണ്ട നന്മകൾ, നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ, നമുക്ക് വേണ്ട സകല കൃപകളും കർത്താവിന്റെ സാന്നിധ്യത്തിലുണ്ട്. ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയുള്ളൊരു വിശപ്പ് ഈ സമയം നമുക്കുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരുന്ന സമയമാണ്. നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലേക്ക് ദൈവശക്തി വെളിപ്പെടുന്ന സമയം. നമ്മുടെ കുഞ്ഞുങ്ങളും ജീവിത പങ്കാളിയും മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും നമ്മുടെ സമൂഹത്തിലുള്ളവരെല്ലാം ദൈവാത്മാവിനാൽ പൂരിതമാകുന്ന മണിക്കൂറുകളാണ്. നമുക്ക് ആഗ്രഹിക്കാം, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് പകർന്നു നൽകണമേ. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതങ്ങൾ കൂടുതൽ കൃപയുള്ളതായി തീരട്ടെ. വീണ്ടും ദിനവൃത്താന്തത്തിന് 1-ാം പുസ്തകം 16-ാം അധ്യായം 11-ാം വചനം എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. നിരന്തരം കർത്താവിന്റെ സാന്നിധ്യത്തിനായി ആഗ്രഹിക്കുവിൻ. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു സ്പിരിറ്റ് നമുക്കുണ്ടാകണം. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ദുഃഖ ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് ധാരാളമായിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ നടുവിലും കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള അടങ്ങാത്തൊരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ ബാക്കി എല്ലാം ദൈവം നോക്കിക്കൊള്ളും. ഒരു സംശയം നമുക്കിതിൽ വേണ്ട. കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ളൊരു വിശപ്പ്. മോശെ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം. എന്തുമാത്രം ദൈവത്തിന്റെ മഹത്വം കണ്ടവനായിരുന്നു മോശെ പ്രവാചകൻ. തന്റെ ജനത്തിനു വേണ്ടി ദൈവം ഇറങ്ങി വന്ന് തന്റെ ഭുജബലം വെളിപ്പെടുത്തി ചെങ്കടൽ 2-ആയി വിഭജിച്ച് ആ കടലിന്റെ അടിഭാഗം വരണ്ട ഭൂമിയാക്കി മാറ്റി തന്റെ ജനത്തിനു വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. ഇത് മോശ കണ്ടതാണ്. ലക്ഷക്കണക്കിന് ജനത്തിന് ആവശ്യമായ ആഹാരം ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ കാടപ്പക്ഷികളെ നൽകി, മന്ന പൊഴിച്ച് കരിമ്പാറ കൂട്ടങ്ങളിൽ നിന്ന് ദാഹജലം നൽകി തന്റെ ജനത്തെ വിശ്വസ്തയോടെ പരിപാലിച്ച ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികള് ആവോളം മോശ പ്രവാചകൻ കണ്ടു. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ഈ പ്രവൃത്തികളൊന്നും മോശയെ തൃപ്തനാക്കിയില്ല. നമ്മൾ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, മോശ പ്രവാചകൻ ഒരിക്കൽ മാത്രമാണ് തന്റെ ആവശ്യത്തിന് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുന്നത്. ഇത്രമാത്രം അത്ഭുതങ്ങള്, ദൈവത്തിന്റെ കരുതലുകള്, ദൈവിക ഇടപെടലുകളെല്ലാം കണ്ട മോശ പ്രവാചകൻ എന്താ പറഞ്ഞത്? ഓ ലോർഡ്, ഷോ മീ യുവർ ഗ്ലോറി. കർത്താവേ, എനിക്ക് അങ്ങയുടെ മഹത്വം കാണണം. ഞാൻ നിന്റെ പ്രവൃത്തി കണ്ടവനാ, നിന്റെ പരിപാലന, നിന്റെ കരുതലൊക്കെ അനുഭവിച്ചവനാ. പോരെ കർത്താവേ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം. അങ്ങയുടെ മഹത്വം കൊണ്ട് എന്നെ മൂടണം. കർത്താവേ, അങ്ങയുടെ ഗ്ലോറി എനിക്ക് ദർശിക്കണം. എത്ര മനോഹരമായൊരു പ്രാർത്ഥനയാണ്. കുടുംബങ്ങളിലിരുന്ന്, നമ്മുടെ സമൂഹത്തിലിരുന്ന്, നമ്മൾ എവിടെയായിരുന്നാലും എൻ്റെ സഹോദര സഹോദരി, ഈ ഒരു ബോധ്യത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ കൂട്ടായ്മകളിലേക്ക്, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലേക്ക്, തകർച്ചകളിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്.